Hello, dear friend. How's it going? Today, we're gonna practice another conversation. ഇവിടെയും രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്തുള്ള രണ്ട് വീട്ടിലുള്ള ഒരു നെയ്ബേഴ്സ് ആകാം, അവർ സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാരക്ടർ എ ആണ് പറയുന്നത്, ഹേ ഗോയിങ് ഫോർ എ വാക്ക്, ഗോയിങ് ഫോർ എ വാക്ക്, നടക്കാൻ പോവുകയാണോ? നമ്മളിപ്പോൾ രാവിലെ നടക്കാനൊക്കെ വേണ്ടി ആളുകൾ ഇറങ്ങാറില്ലേ, ജോഗിങ്ങിനൊക്കെ വെറുതെ ആൾക്കാർ ഇറങ്ങാറില്ലേ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ രാവിലെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കാം. അപ്പോൾ പറയാണ്, ഹേ ഗോയിങ് ഫോർ എ വാക്ക്, നടക്കാൻ വേണ്ടി പോവാണോ, അല്ലെങ്കിൽ നടത്തത്തിന് വേണ്ടി ഇറങ്ങുകയാണോ? ആ ഒരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, മലയാളത്തിലെ വാക്ക് എടുത്തിട്ട് അതേപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, ആശയങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നടക്കാൻ പോവാണോ എന്ന് ചോദിക്കുക. ഹേ ഗോയിങ് ഫോർ എ വാക്ക്, ഗോയിങ് ഫോർ എ വാക്ക്, എ വാക്ക്, ഒരു നടത്തത്തിന് വേണ്ടി പോവാണോ അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പോവാണോ എന്ന് ചോദിക്കില്ല. അതാണ് സംഭവം, ഗോയിങ് ഫോർ എ വാക്ക്. അടുത്തത്, യാ ജസ്റ്റ് അറൗണ്ട് ദ പാർക്ക്, ജസ്റ്റ് അറൗണ്ട് ദ പാർക്ക്. ഒന്ന് നമ്മുടെ പാർക്കിന് ചുറ്റും ഒന്ന് വെറുതെ നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പാർക്കിലൂടെ ഒന്ന് നടക്കാം. ഈ ഒരു ഫീലിൽ നമ്മൾ പറയുന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. യു ആർ ജസ്റ്റ് അറൗണ്ട് ദ പാർക്ക്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ എന്ന് പറയില്ല, അല്ലെ അല്പം അങ്ങനെ എന്നുള്ള അർത്ഥത്തിലുള്ള സംഭവമാണ് ജസ്റ്റ് എന്ന് പറയുക. ഒന്ന് വെറുതെ ആ ഒരു ഫീലാണ് ഇവിടെ ജസ്റ്റിന് കിട്ടുന്നത്. എറൗണ്ട് ദ പാർക്ക്, പാർക്കിന് ചുറ്റും, അല്ലെ പാർക്കിൻ്റെ സൈഡിലൂടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എറൗണ്ട് ദ പാർക്ക്. അപ്പോൾ അങ്ങനെ പറയും, യാ ജസ്റ്റ് അറൗണ്ട് ദ പാർക്ക്. ഒന്ന് പറഞ്ഞു വയ്ക്കുക നിങ്ങൾ, പാർക്ക് എന്ന് പറയുന്നത് പാർക്ക്, പാർക്ക് ഒരു ഴ പോലെ, ആറ് കഴിഞ്ഞിട്ടൊരു ഴ ഉപയോഗിച്ച് നോക്കിയാൽ പാർക്ക്. ഓക്കെ, ആറ് നമ്മൾ ഓവറായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടോ, പാർക്ക് അങ്ങനെ പറയരുത്, പാർക്ക്. ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കിയേ, യാ ജസ്റ്റ് അറൗണ്ട് ദ പാർക്ക്, ഉറക്കെ പറഞ്ഞു നോക്കുക. അടുത്തത് ചോദിക്കുന്നത് ശ്രദ്ധിച്ചോളൂ, മൈൻഡ് ഇഫ് ഐ ജോയിൻ യു, മൈൻഡ് ഇഫ് ഐ ജോയിൻ യു. എന്താ സംഭവം? മൈൻഡ് ഇഫ് ഐ, മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സല്ലേ, ഇഫ് ഐ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണോ? ഇവിടെ ഒരുമിച്ചെടുക്കുക. മൈൻഡ് ഇഫ് ഐ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ, കുഴപ്പമില്ല ഞാനും വന്നോട്ടെ, അല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല ഞാനും കൂടെ കൂടിയാലോ, അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും കൂടെ വരട്ടെ. ഈ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് മൈൻഡ് ഇഫ് ഐ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് ഒരാളോട് ഞാനോട് വന്നോട്ടെ, ഞാനല്ലെങ്കിൽ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് ഇഫ് ഐ, മൈൻഡ് ഇഫ് ഐ എന്നുള്ള ഒരുമിച്ച് ചേർക്കുക. എന്നിട്ട് മൈൻഡ് ഇഫ് ഐ എന്ന് പറഞ്ഞു നോക്കുക, മൈൻഡ് ഇഫ് ഐ, മൈൻഡ് ഇഫ് ഐ, മൈൻഡ് ഇഫ് ഐ എന്നുള്ള ഒരുമിച്ച് പറഞ്ഞു നോക്കുക, മൈൻഡ് ഇഫ് ഐ, മൈൻഡ് ഇഫ് ഐ. നിങ്ങൾ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് മനസ്സിൽ കാണരുത്, ഒരുമിച്ച് പറഞ്ഞു നോക്കുക, മൈൻഡ് ഇഫ് ഐ, മൈൻഡ് ഇഫ് ഐ ജോയിൻ യു, ജോയിൻ യു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ. അപ്പോൾ ഇവിടെ വിത്തൊന്നുമില്ലല്ലോ, വിത്ത് യു എന്നൊക്കെ വേണ്ടേ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. മൈൻഡ് ഇഫ് ഐ ജോയിൻ യു, ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടട്ടെ, എന്നാൽ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ഞാനും കൂടെ കൂട്ടട്ടെ. ഇതാണ് സംഭവം. ഷ്യൂർ ലെറ്റ്സ് ഗോ ടുഗെദർ, ഷ്യൂർ പിന്നെന്താ കൂടിക്കുള്ള ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോകാലോ, ഈ സംഭവമില്ലേ, ഇതാണ്. അപ്പോൾ അങ്ങനെ പറയും, ഷ്യൂർ, തീർച്ചയായിട്ടും പിന്നെന്താ കുഴപ്പമില്ലല്ലോ, ഈ ഒരു സംഭവമാണ് ഷ്യൂർ. ലെറ്റ്സ് ഗോ ടുഗെദർ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ എങ്ങനെ പറയും? ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം, ടുഗെദർ ഒരുമിച്ച്. ലെറ്റസ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ലെറ്റ്സ്. അപ്പോൾ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാമെന്നാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, ലെറ്റ്സ് ഗോ ടുഗെദർ, ടുഗദർ അല്ല ടുഗെദർ, ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ലെറ്റ്സ് ഗോ ടുഗെദർ, ഷ്യൂർ ലെറ്റ്സ് ഗോ ടുഗെദർ, പിന്നെന്താ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ, ലെറ്റ്സ് ഗോ ടുഗെദർ, മറന്നു വരുത്. അപ്പോൾ പറയാണ്, നൈസ് വെദർ ടുഡേ isn't it, നൈസ് വെദർ ടുഡേ isn't it, നൈസ് വെദർ. വെദർ എന്ന് പറഞ്ഞാൽ എന്താ? കാലാവസ്ഥ, നമുക്കറിയാലോ, നല്ല കാലാവസ്ഥയാണല്ലേ എന്ന്, അല്ലേ, നല്ല കാലാവസ്ഥയാണല്ലേ, അല്ലേ. ആ ഒരു അല്ലേ എന്നുള്ളതിനാണ് isn't it എന്ന് ചോദിക്കുന്നത്. നൈസ് വെദർ, നല്ല വെദറാണ്, ടുഡേ ഇന്ന് നല്ല കാലാവസ്ഥയാണല്ലോ, അല്ലേ. ആ അല്ലേയാണ് isn't it, isn't it, നൈസ് വെദർ ടുഡേ isn't it. അപ്പോൾ അവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ നമുക്കൊരാളോട് ചോദിക്കാൻ പറ്റും, ഇന്ന് ഭയങ്കര തണുപ്പാണല്ലോ അല്ലേ. ഇല്ലേ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇല്ലേ എന്നേ ഉള്ളൂ, അതാണ് ഇവിടെ isn't it. നൈസ് വെദർ ടുഡേ isn't it. പറഞ്ഞു നോക്കിയേ,
നൈസ് വെദർ ടുഡേ ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ പറയാണ് യാ പെർഫെക്റ്റ് ഫോർ എ വാക്ക്. യാ പെർഫെക്റ്റ് ഫോർ എ വാക്ക്. അതെ അതെ, നടക്കാൻ നല്ല കാലാവസ്ഥ കേട്ടോ. നടക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ പറയില്ലേ, നല്ല തണലൊക്കെ ഉള്ള നല്ലൊരു കാലാവസ്ഥ, നടക്കാൻ പറ്റിയ. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം പെട്ടെന്ന് അങ്ങനെ വേർക്കൊന്നുമില്ല, ഒരു കൂൾ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. അതാണ് യാ പെർഫെക്റ്റ് ഫോർ എ വാക്ക്. പെർഫെക്റ്റ് ആണ് എന്തിന്? ഫോർ എ വാക്ക്, നടത്തത്തിന് പറ്റിയ കാലാവസ്ഥയാണ്. അപ്പോൾ എങ്ങനെ പറയും? യാ പെർഫെക്റ്റ് ഫോർ എ വാക്ക്. പ്രിയപ്പെട്ട സുഹൃത്തിന് ഈ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറക്കെ പറഞ്ഞ് പഠിക്കണം, ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിൽ പറഞ്ഞാൽ പോരാ കേട്ടോ. ചില സുഹൃത്തുക്കളൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് തോന്നും. അങ്ങനെ ഈസി ആയിട്ട് തോന്നിയാലും നിങ്ങൾ ഉറക്കെ പറഞ്ഞ് പഠിക്കണം. കാരണം ഇത് വാക്കുകൾ പഠിക്കുക അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പറഞ്ഞ് നമ്മുടെ ഫ്ലുവൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസാണിത്. ഇങ്ങനെ തുടക്കം മുതലേ ഫ്ലുവൻസി വർദ്ധിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകണം. തുടക്കം മുതലേ പ്രാക്ടീസ് ചെയ്യണം. പല സുഹൃത്തുക്കളും കരുതുന്നത് വെച്ചാൽ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം നന്നായി പഠിച്ചതിന് ശേഷം പിന്നീട് ഫ്ലുവൻസി വരുത്തുന്ന ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇപ്പം മുതലേ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക, ഉറക്കെ പറഞ്ഞു നോക്കുക, അതുപോലെ ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്നും വിട്ടുപോകരുത്. അങ്ങനെയുള്ള പ്രാക്ടീസ് സെഷനുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ വിൽ ബി മീറ്റ് അഗൈൻ. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് Surya Dhanesh. Have a great day. Bye for now.